നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ലോക ചാമ്പ്യൻ ഗുകേഷും നമ്മുടെ നിഹാൽ സരീനും തമ്മിൽ നടന്ന വളരെ ആവേശകരമായിട്ടുള്ളൊരു ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഇതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മൊണാർക്ക ഓപ്പൺ ടൂർണമെന്റിന്റെ 3ാം റൗണ്ടിൽ നടന്ന ഗെയിമാണ്. ഈ ഗെയിമിൽ നിഹാൽ വൈറ്റ് സൈഡും ഗുകേഷ് ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. നിഹാൽ D4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ഗുകേഷ് നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്യുന്നു. ഇന്ത്യൻ ഗെയിമാണ്. വൈറ്റും നൈറ്റിനെ F3 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് D5 മൂവ് ചെയ്യുന്നു. ഇവിടെ നിഹാൽ ഈ ബിഷപ്പിനെ G2 ഡെവലപ്പ് ചെയ്ത ശേഷം കിങ്സിലേക്ക് കാസ്റ്റിംഗിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം G3 മൂവ് ചെയ്യുന്നു. ഇവിടെ ഇനി വൈറ്റ് ബിഷപ്പിനെ ഈ G2 സ്ക്വയറിലേക്ക് കൊണ്ടുവരുമ്പോൾ ബ്ലാക്കിന് E6 മൂവ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഈ ലൈറ്റ് സ്ക്വയർ ബിഷപ്പ് ഈ പോണുകളുടെ ഉള്ളിൽ കുടുങ്ങിപ്പോകും. അത് ഒഴിവാക്കുന്നതിനായിട്ട് ഗുകേഷ് ആദ്യം തന്നെ ആ ലൈറ്റ് സ്ക്വയർ ബിഷപ്പിനെ പുറത്തെടുക്കുകയാണ്. ബിഷപ്പിനെ F5 ഡെവലപ്പ് ചെയ്തുകൊണ്ട് സെൻറ്ററിലേക്ക് നേരിട്ട് കൺട്രോൾ കൊണ്ടുവരുന്നു. ഇവിടെ നിഹാൽ പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് വരുത്തുകയാണ്. ഇപ്പോൾ തന്നെ ബിഷപ്പിനെ G2 ഡെവലപ്പ് ചെയ്യുന്നില്ല. ആദ്യം C4 മൂവ് ചെയ്തുകൊണ്ട് സെൻറ്ററിലെ പോണിനെ നേരിട്ട് അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോണോട്ടാണെങ്കിൽ ഈ ഡയഗണൽ ഓപ്പൺ ആയി കിട്ടും. ആ സമയത്ത് ബിഷപ്പിനെ G2 ഡെവലപ്പ് ചെയ്ത ശേഷം പിന്നീട് നൈറ്റ് വെച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ക്വീൻ വെച്ച് ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് കൊടുത്തുകൊണ്ടോ ആ നഷ്ടപ്പെട്ട പോണിനെ തിരിച്ചെടുക്കുകയും ചെയ്യാം. എന്നാൽ ഗുകേഷ് ഇപ്പോൾ ഇങ്ങനെ സെൻറ്റർ ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ തയ്യാറല്ല. E6 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതോടൊപ്പം ബിഷപ്പിൻ്റെ ഡയഗണലും ഓപ്പൺ ചെയ്യുന്നു. നിഹാൽ അടുത്ത നൈറ്റിനെ C3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിനെതിരെ ഒരറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ബ്ലാക്ക് C6 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇതോടെ ബ്ലാക്കിന് ഇവിടെ ഒരു പിരമിഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഏകദേശം സ്ലാബ് ഡിഫൻസിൻ്റെ സെറ്റപ്പിലേക്ക് ഗെയിം മാറിയിരിക്കുകയാണ്. ഇവിടെ വൈറ്റ് ബ്ലാക്കിൻ്റെ ഈ ആക്റ്റീവായിട്ടുള്ള ബിഷപ്പിനെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം നൈറ്റിനെ H4 കൊണ്ടുവന്ന് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ E4 കൊണ്ടുവന്ന് വൈറ്റിൻ്റെ റൂക്കിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് F3 മൂവ് ചെയ്തുകൊണ്ട് ആ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുന്നതോടൊപ്പം ബിഷപ്പിനെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കുന്നു. ഇനിയിപ്പോൾ ആ ബിഷപ്പിന് സേഫായിട്ട് പോകാൻ ഒരു സ്ക്വയറും ബാക്കിയില്ല. F5 തന്നെ തിരിച്ചു പോവുകയാണെങ്കിൽ നൈറ്റ് വെച്ച് ബിഷപ്പിനൊട്ടുമ്പോൾ ഈ സെൻറ്റർ ഓപ്പൺ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ബിഷപ്പിനെ G6 മൂവ് ചെയ്യുന്നു. ഇപ്പോൾ വേണമെങ്കിലും വൈറ്റിനെ ഈ നൈറ്റും ബിഷപ്പും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം. എന്നാൽ നിഹാൽ ഇവിടെ അടുത്തൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അടുത്തായിട്ട് ക്വീനെ B3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് B7 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ഗുകേഷ് വളരെ മികച്ച രീതിയിൽ തന്നെ ഈ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യാണ്. ക്വീനെ B6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുന്നതോടൊപ്പം വൈറ്റിന്റെ D4 പോണിനെതിരെ അറ്റാക്കും കൊടുക്കുന്നു. ഇതിപ്പോൾ ഒരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫറൂടെയാണ്. നിഹാൽ ഇപ്പോൾ ഇങ്ങനൊരു ക്വീൻ എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം C5 മൂവ് ചെയ്തുകൊണ്ട് പോണിനെതിരെയുള്ള അറ്റാക്ക് ബ്ലോക്ക് ചെയ്തതോടൊപ്പം ക്വീനെതിരെ ഒരറ്റാക്ക് കൂടെ കൊടുക്കുന്നു. ഇതേ മൂവ് ഓർഡറിൽ ഇതിനു മുമ്പ് 37 ഗെയിമുകൾ നടന്നിട്ടുണ്ട്. അതിൽ 30 തവണയും ബ്ലാക്ക് ഈ ക്വീൻ എക്സ്ചേഞ്ചിലേക്ക് പോകാതെ ക്വീനെ C7 മൂവ് ചെയ്തത്. ഗുകേഷും ഇവിടെ അത് തന്നെയാണ് ചെയ്യുന്നത്. ക്വീനെ C7 മൂവ് ചെയ്യുന്നു. ഇതോടെ വൈറ്റിനെ ഈ ക്വീനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ അടുത്ത പീസിനെ കൂടെ ഡെവലപ്പ് ചെയ്യാൻ അവസരം കിട്ടിയിരിക്കുകയാണ്. ബിഷപ്പിനെ F4 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ക്വീനെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ഈ B7 പോണിന്റെ സപ്പോർട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ ക്വീനെ C8 മൂവ് ചെയ്യുന്നു. അടുത്തായിട്ട് വൈറ്റ് E4 മൂവ് ചെയ്തുകൊണ്ട് D5 പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ആ പോണിനെതിരെ 3 അറ്റാക്ക് ഉണ്ടെന്ന് കരുതി ബ്ലാക്ക് പോൺ വെച്ച് പോണെടുക്കുകയാണെങ്കിൽ വൈറ്റിന് ആദ്യം ഈ നൈറ്റും ബിഷപ്പും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം. ബ്ലാക്ക് ഇപ്പോൾ ആ നൈറ്റിനെ എങ്ങനെ തന്നെ വെട്ടിയെടുത്താലും വൈറ്റിന് പോൺ വെച്ച് പോണെടുത്തുകൊണ്ട് സെൻറ്റർ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം ബിഷപ്പിനെ E7 ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാസ്ലിങ്ങിനുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. എന്നാൽ വൈറ്റ് വേഗം തന്നെ ബ്ലാക്കിനെ ആ കാസ്ലിങ്ങിൽ നിന്നും തടയാണ്. ബിഷപ്പിനെ D6 കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബിഷപ്പിനെതിരെ അറ്റാക്ക് ആയതുകൊണ്ട് തന്നെ ബ്ലാക്കിന് ഇപ്പോൾ കാസ്ലിംഗ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇപ്പോൾ ബിഷപ്പ് വെച്ച് ബിഷപ്പിനിട്ടാണെങ്കിൽ പോൺ വെച്ച് തിരിച്ചിട്ടുന്നതോടെ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു പാസ്ഡ് പോൺ ക്രിയേറ്റ് ആവാൻ സാധ്യതയുണ്ട്. ഇതേ പൊസിഷൻ ഇതിനു മുമ്പ് 6 തവണ സംഭവിച്ചിട്ടുണ്ട്. അതിൽ 2 തവണ D പോൺ വെച്ച് E4 പോൺ എടുത്തുകൊണ്ടാണ് ബ്ലാക്ക് മുന്നോട്ട് പോയത്. ഒരു തവണ ബിഷപ്പുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഗെയിമിൽ B6 മൂവ് ചെയ്തുകൊണ്ട് ഈ ഡിഫൻഡറെ നേരിട്ട് അറ്റാക്ക് ചെയ്യായിരുന്നു. മറ്റു 2 ഗെയിമുകളിൽ ഒന്നിൽ B8 നൈറ്റിനെ D7 കൊണ്ടുവന്നും അടുത്ത ഗെയിമിൽ F6 നൈറ്റിനെ D7 കൊണ്ടുവന്നാണ് ബ്ലാക്ക് മുന്നോട്ട് പോയത്. എന്നാൽ ഗുകേഷ് ഇവിടെ മാറി ചിന്തിക്കുകയാണ്. ഇപ്പോൾ മുമ്പ് നടന്നിട്ടുള്ള ഒരു മൂവും ചെയ്യുന്നില്ല. പകരം ക്വീനെ D7 കൊണ്ടുവന്ന് ബിഷപ്പിനെതിരെ ഒരറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ഇതോടെ ഇതൊരു പുതിയ ഗെയിമായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി ഗെയിമിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ നിഹാലിൻ്റെ ഭാഗത്തു നിന്നും വീണ്ടും ഒരു സ്ട്രോങ് മൂവ് വരാണ്. അടുത്തായിട്ട് E5 മൂവ് ചെയ്തുകൊണ്ട് ആ ബിഷപ്പിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതോടൊപ്പം നൈറ്റിനെയും അറ്റാക്ക് ചെയ്യുന്നു.
ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവാണ്. കാരണം ബ്ലാക്ക് ഇപ്പോൾ ഈ ബിഷപ്പ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ സി പോൺ വെച്ച് തിരിച്ചോട്ടുന്നതോടെ ആ പോൺ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പാസ്ഡ് പോണായിട്ട് മാറും. അല്ലാതെ ഇപ്പോൾ ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നതിനായിട്ട് 2 സ്ക്വയറുകളെ ബാക്കേ ഉള്ളൂ. ഒന്നുകിൽ G8 മൂവ് ചെയ്യണം, അല്ലെങ്കിൽ H5 മൂവ് ചെയ്യണം. ഈ H5 മൂവ് ചെയ്യുന്നത് അത്ര നല്ല ഓപ്ഷൻ അല്ല. കാരണം നൈറ്റ് H5 മൂവ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ നൈറ്റിനെതിരെ കൂടെ ബിഷപ്പ് വെച്ച് ഡിസ്കവറേറ്റ് കൊടുക്കാൻ കഴിയുമെങ്കിലും വൈറ്റിന് നൈറ്റിനെ G2 മൂവ് ചെയ്തുകൊണ്ട് ഈ F4 സ്ക്വയറൂടെ കൺട്രോൾ ചെയ്യാൻ കഴിയും. അതിനുശേഷം പോൺ വെച്ച് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നതോടെ ആ നൈറ്റ് ട്രാപ്പിലാകും. പിന്നീട് ആ നൈറ്റിനോട് ഒന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്കിനിവിടെ നൈറ്റിനെ തിരിച്ചുകൊണ്ട് വേണ്ടി വരികയാണ്. ഡെവലപ്പായ നൈറ്റിനെ G8 സ്ക്വയറിലേക്ക് തന്നെ തിരിച്ചുകൊണ്ട് വേണ്ടി വരുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ ഏകദേശം എല്ലാ പീസുകളും ഡെഡ് പീസുകളായിട്ട് മാറിയിരിക്കുകയാണ്. ആകെ ആക്റ്റീവായിട്ടുള്ളത് ഈ ഒരു ലൈറ്റ് സ്ക്വയർ ബിഷപ്പ് മാത്രമാണ്. നിഹാൽ ആ ഒരു ബിഷപ്പിനെ കൂടെ അവിടെ നിന്ന് ഒഴിവാക്കാണ്. നൈറ്റ് വെച്ച് ബിഷപ്പിനോട്ടൊന്നു, ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചിട്ടുന്നു. അതിനുശേഷം ക്വീൻ സെല്ലിലേക്ക് കാൻസലിംഗ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോഴും ഈ ബിഷപ്പുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനൊരു പാസ്ഡ് പോൺ ക്രിയേറ്റ് ആവുന്ന പ്രശ്നമുണ്ട്. അല്ലാതെ ഇപ്പോൾ ബിഷപ്പ് വെച്ച് ചെക്ക് കൊടുക്കുക നോക്കിയാലും പോൺ വെച്ച് ബ്ലോക്ക് ചെയ്യുന്നതോടെ ബ്ലാക്കിൻ്റെ ബിഷപ്പ് കൂടുതൽ പ്രശ്നത്തിലാവും. അതുകൊണ്ട് ഗുഗേഷ് ഇവിടെ മറ്റൊരു രീതിയിൽ ഈ പീസുകളെ ആക്റ്റീവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം ബിഷപ്പിനെ D8 മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ ആക്റ്റീവ് പീസുകളെന്ന് പറയാൻ കഴിയുന്നത് ഈ ബിഷപ്പും പകുതി ഓപ്പൺ ആയിട്ടുള്ള ഫയലിലിരിക്കുന്ന ഈ റൂക്കുമാണ്. വൈറ്റിന് ഇനിയും ഒരു ബിഷപ്പോട് ഡെവലപ്പ് ആവാനുണ്ടെങ്കിലും ആ ബിഷപ്പിന് എപ്പോൾ വേണമെങ്കിലും ഗെയിമിലേക്ക് വരാം എന്ന അവസ്ഥയിലാണുള്ളത്. നിഹാൽ ആ ബിഷപ്പിനെ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം H4 മൂവ് ചെയ്തുകൊണ്ട് റൂക്കിന് H3 കൺട്രോൾ ഒഴിവാക്കുന്നതോടൊപ്പം G5 സ്ക്വയറിലേക്കും ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ബ്ലാക്കിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തലവേദനയായിരിക്കുന്നത് വൈറ്റിൻ്റെ ഈ D6 സ്ട്രോങ് ബിഷപ്പാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അതിനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം നൈറ്റിനെ E7 കൊണ്ടുവരുന്നു. ഇനി ആ നൈറ്റിനെ C8 കൊണ്ടുവന്ന് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കാനാണ് ബ്ലാക്ക് അവിടെ പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ നിഹാൽ ഇപ്പോൾ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുന്നില്ല. പകരം അടുത്തൊരു അറ്റാക്ക് പ്ലാൻ ചെയ്യാണ്. ബിഷപ്പിനെ H3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് E6 പോണിനെ പിൻ ചെയ്യുന്നു. ഗുഗേഷ് നേരത്തെ പ്ലാൻ ചെയ്ത അറ്റാക്കിലേക്ക് തന്നെ പോവുകയാണ്. നൈറ്റിനെ C8 കൊണ്ടുവന്ന് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെയും നൈറ്റ് വെച്ച് ബിഷപ്പിനിട്ടാണെങ്കിൽ അവിടെ ഒരു സ്ട്രോങ് പാസ്ഡ് പോൺ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നിഹാൽ ഇപ്പോഴും ആ അറ്റാക്ക് കാര്യമാക്കുന്നില്ല. പകരം സെൻറ്റർ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കുകയാണ്. F4 മൂവ് ചെയ്യുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബ്ലാക്ക് ഇപ്പോൾ നൈറ്റ് വെച്ച് ബിഷപ്പിനിട്ടാണെങ്കിൽ ഇവിടെ ഒരു പാസ്ഡ് പോൺ ക്രിയേറ്റ് ആവും. അതുകൊണ്ട് ഗുഗേഷ് ആദ്യം ഈ C5 പോൺ അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. B6 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോണിനോട്ടാണെങ്കിൽ ബ്ലാക്കിന് നൈറ്റ് വെച്ച് ബിഷപ്പിനോട്ട് എടുത്ത ശേഷം ഈ വലിയൊരു പ്രശ്നം ഇവിടെ നിന്ന് ഒഴിവാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇപ്പോൾ ഇങ്ങനൊരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം ഭാവിയിൽ വരാൻ സാധ്യതയുള്ള അറ്റാക്കുകളെ മുന്നിൽ കണ്ടുകൊണ്ട് കിങ്ങിനെ കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള സ്കോറിലേക്ക് മാറ്റാണ്. കിങ്ങിനെ B1 മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് പോൺ വെച്ച് പോണിട്ടാലും വൈറ്റിന് അതേ സ്കോറിലേക്ക് തന്നെ അടുത്ത പോണിനെ കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് ഗുഗേഷ് ഇപ്പോൾ അങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം വൈറ്റിൻ്റെ കിങ്ങുള്ള ഭാഗത്തേക്ക് നേരിട്ടൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. A5 മൂവ് ചെയ്യുന്നു. ഗുഗേഷ് ക്വീൻ സെല്ലിലേക്കുള്ള അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തതോടെ നിഹാൽ മറ്റൊരു അറ്റാക്ക് കൂടെ പ്ലാൻ ചെയ്യാണ്. അതിനായിട്ട് ആദ്യം ക്വീനെ C2 കൊണ്ടുവരുന്നു. ഈ മൂവിൻ്റെ പ്രധാന ഉദ്ദേശം വളരെ വേഗത്തിൽ ക്വീനെ കൂടെ ഈ കിങ് സെല്ലിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. ഇവിടെ ഇപ്പോൾ ഒരു ഡിഫൻസിലേക്ക് പോകുന്നതിന് പകരം ഈ B5 ഓപ്പൺ ചെയ്തുകൊണ്ടുള്ള ഒരു അറ്റാക്കാണ് ബ്ലാക്ക് പ്ലാൻ ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം പോൺ വെച്ച് പോണെടുത്തുകൊണ്ട് ഈ B5 ഓപ്പൺ ചെയ്യുന്നു. വൈറ്റ് പോൺ വെച്ച് തിരിച്ചോട്ടുന്നു. അതിനുശേഷം നൈറ്റിനെ A6 കൊണ്ടുവരുന്നു. ഇനി ആ നൈറ്റ് B4 ഒന്ന് ക്വീനെതിരെ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈറ്റ് അഡ്വാൻസ് ആയിട്ട് A3 ചെയ്തുകൊണ്ട് ഈ B4 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ഗുഗേഷിനെ ഇപ്പോൾ വേണമെങ്കിൽ ഈ നൈറ്റും ബിഷപ്പും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്ത ശേഷം റൂക്കിനെ ഈ ഓപ്പൺ ഫയലിലേക്ക് കൊണ്ടുവരാമായിരുന്നു. എന്നാൽ ഇവിടെയും ഗുഗേഷ് അങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. ആദ്യം നൈറ്റിനെ E7 കൊണ്ടുവരുന്നു. വൈറ്റ് G4 മൂവ് ചെയ്ത ശേഷം ക്വീനെ B5 കൊണ്ടുവരുന്നു. ഇവിടെ വൈറ്റ് ബിഷപ്പിനെ തിരിച്ചുകൊണ്ടുവരികയാണ്. ബിഷപ്പിനെ F1 കൊണ്ടുവരുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ C7 ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ ആദ്യം E2 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ B8 കൊണ്ടുപോയ ശേഷം നൈറ്റിനെ D4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ D7 മൂവ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ D3 കൊണ്ടുവന്ന് G6 സ്ക്വയറിലേക്ക് ഒരറ്റ കൂടെ കൊടുക്കുന്നു. ബ്ലാക്ക് A4 മൂവ് ചെയ്ത ശേഷം വൈറ്റ് റൂക്കിനെ E1 കൊണ്ടുവരുന്നു. ബ്ലാക്ക് റൂക്കിനെ A5 മൂവ് ചെയ്യുന്നു. ഇവിടെ എപ്പോഴും ബ്ലാക്കിൻ്റെ കിങ് ബോർഡിൻ്റെ സെൻറ്ററിൽ തന്നെയാണുള്ളത്. വൈറ്റിൻ്റെ എല്ലാ പീസുകളും അറ്റാക്കിന് റെഡി ആയിരിക്കുകയാണ്. നിഹാൽ ഇവിടെ ഏതെങ്കിലും ഒരു ഫയൽ കൂടെ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് F5 മൂവ് ചെയ്തുകൊണ്ട് രണ്ട് പോണുകളെയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നു.
ബ്ലാക്ക് ഇപ്പോൾ ഏത് പോൺ വെച്ച് ഈ പോണിൻ്റെ എടുത്താലും ഇതിലേതെങ്കിലും ഒരു ഫയൽ ഓപ്പൺ ചെയ്യുക എന്നാണ് വൈറ്റിൻ്റെ പ്രധാന ഉദ്ദേശം. ഇപ്പോൾ ഈ പോൺ വെച്ചോട്ടാണെങ്കിൽ ബിഷപ്പ് വെച്ചോ പോൺ വെച്ചോ തിരിച്ചോട്ടുന്നതിന് മുമ്പായിട്ട് E6 ചെയ്തുകൊണ്ട് നൈറ്റിനെയും പോണിനെയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാം. ഇപ്പോൾ നൈറ്റ് അറ്റാക്കിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ പോൺ വെച്ച് ഒരു ചെക്കോട് കൂടി ആ പോണിനോട് എടുക്കാം. അല്ലാതെ പോൺ വെച്ചോട്ടാണെങ്കിൽ നൈറ്റ് വെച്ച് പോൺ എടുത്തുകൊണ്ട് ആ ഫയൽ ഓപ്പൺ ചെയ്യുന്നതോടൊപ്പം ഇങ്ങനൊരു ഡിസ്കവേർഡ് അറ്റാക്കിനുള്ള സാധ്യത ഉണ്ടാക്കിയെടുക്കാം. G6 പോൺ വെച്ച് വിട്ടാലും ഏകദേശം അതൊക്കെ തന്നെയാണ് അവസ്ഥ. ആദ്യം G പോൺ വെച്ച് തിരിച്ചെട്ടിക്കൊണ്ട് G ഫയൽ ഓപ്പൺ ചെയ്യാം. ഇപ്പോഴും പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ E6 ചെയ്തുകൊണ്ട് നേരത്തെ കണ്ട അതേ അറ്റാക്കിലേക്ക് തന്നെ പോകാം. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഗുഗേഷ് ഇപ്പോൾ 2 പോൺ വെച്ചും തിരിച്ചു കിട്ടുന്നില്ല. പകരം നൈറ്റിനെ F8ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് 2 പോണുകളെയും ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് അടുത്ത റൂക്കിനെ കൂടെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാണ്. റൂക്കിനെ F1ലേക്ക് കൊണ്ടുവരുന്നു. ഈ റൂക്ക് ഇങ്ങോട്ടേക്ക് മാറിയതോടെ ഇപ്പോൾ ഈ H4 പോണിന് സപ്പോർട്ടില്ലാതിരിക്കുകയാണ്. ആ ഒരു പോണിന് ലാഭം നേടിയെടുക്കുന്നതിനായിട്ട് ഗുഗേഷയുടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. ആദ്യം പോൺ വെച്ച് പോണോട്ടുന്നു, വൈറ്റ് പോൺ വെച്ച് തിരിച്ചു കിട്ടുന്നു. അതിനുശേഷം റൂക്ക് വെച്ച് H4 പോണിട്ട് എടുത്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ നിഹാലിൻ്റെ ഭാഗത്തു നിന്നും ഒരു ബ്രില്യൻ്റ് മൂവരാണ്. നിഹാൽ ഇപ്പോൾ ആ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നില്ല. പകരം പോൺ വെച്ച് E6 പോണിട്ട് എടുത്തുകൊണ്ട് ആ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്കിന് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ റൂക്ക് വെച്ച് ഈ നൈറ്റിനോട് എടുക്കുകയാണെങ്കിൽ വൈറ്റിനെ ക്വീനെ F2ലേക്ക് കൊണ്ടുവന്ന് ഒരേ സമയം റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം ഇവിടെ ഒരു ചെക്ക്മേറ്റ് ത്രെഡും കൊടുക്കാം. റൂക്കിനെ ഇപ്പോൾ എങ്ങോട്ട് തന്നെ രക്ഷിക്കാൻ ശ്രമിച്ചാലും ക്വീന് വെച്ച് F7 പോണിട്ട് ചെക്ക് വരികയും കിങ് ചെക്കിൽ നിന്ന് മാറുമ്പോൾ നൈറ്റിനോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. അതുകൊണ്ട് ഗുഗേഷ് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം നൈറ്റ് വെച്ച് E6 പോണിട്ട് എടുക്കുന്നു, വൈറ്റ് നൈറ്റ് വെച്ച് നൈറ്റിനോട്ടുന്നു, ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചിട്ടുന്നു. ഈ സമയത്ത് വൈറ്റ് ക്വീനെ F2ലേക്ക് കൊണ്ടുവന്ന് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുത്തോടെ ഗുഗേഷ് തോൽവി സമ്മതിക്കുകയായിരുന്നു. കാരണം ബ്ലാക്ക് ഇപ്പോൾ ഈ റൂക്കിനെ അറ്റാക്കിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ ആദ്യം ക്വീൻ F8ലേക്ക് ഒന്ന് ചെക്ക് വരും. ഇപ്പോൾ എന്തായാലും D7ലേക്ക് മാറാൻ പറ്റുള്ളൂ. ഈ സമയത്ത് ക്വീൻ വെച്ച് നൈറ്റിനോട്ട് ചെക്ക് വരും. ഇപ്പോൾ C8ലേക്ക് മാറാൻ പറ്റുള്ളൂ. ആ സമയത്ത് റൂക്ക് വെച്ച് വീണ്ടും ചെക്ക് വരും. ഇപ്പോൾ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്താലും ക്വീൻ വെച്ച് ബിഷപ്പിനോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആകും. ആ ചെക്ക് മേറ്റ് തടയുന്നതിനായിട്ട് ഇപ്പോൾ റൂക്കിനെ H8ലേക്കാണ് മൂവ് ചെയ്താലും ക്വീൻ F7ലേക്ക് ഒന്ന് ചെക്ക് വരും. ഇപ്പോൾ D7ലേക്കോ E8ലേക്കോ എങ്ങോട്ട് തന്നെ മാറിയാലും ക്വീൻ വെച്ച് നൈറ്റിനോട്ടിൽ കൊണ്ട് വീണ്ടും ചെക്ക് വരും. അപ്പോഴും കിങ്ങിന് C8ലേക്കേ മാറാൻ പറ്റുള്ളൂ. ഈ സമയത്ത് ഈ റൂക്ക് കൂടെ അറ്റാക്കിലേക്ക് വരുന്നതോടെ ബിഷപ്പിനെതിരെ 3 പീസിൽ വെച്ച് അറ്റാക്ക് വരികയും ബ്ലാക്കിന് എങ്ങനെയൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചാലും അടുത്ത റൂക്ക് കൂടെ അറ്റാക്കിലേക്ക് വരികയും ഇവിടെ വളരെ വേഗത്തിൽ ഒരു ചെക്ക്മേറ്റ് സംഭവിക്കുകയും ചെയ്യും. ഇതെല്ലാം മനസ്സിലായിക്കൊണ്ടാണ് ഈ പൊസിഷനിൽ ഇങ്ങനെ ഒരു അറ്റാക്ക് വന്നപ്പോൾ തന്നെ ഗുഗേഷ് തോൽവി സമ്മതിച്ചത്.